വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 തന്നെ ഇറിഗേഷൻ്റെ കണ്ടിന്യൂവേഷൻ പോർഷനാണ്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സോയിൽ മോയ്സ്ചറിലുള്ള ഒന്ന് രണ്ട് ടേംസ് ആണ്. ഫസ്റ്റ് നമുക്ക് ഗ്രാവിറ്റേഷണൽ വാട്ടർ നോക്കാം. അതിൽ നമുക്ക് 3 ടൈപ്പ് വാട്ടറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ വാട്ടർ, കാപ്പിലറി വാട്ടർ ആൻഡ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഗ്രാവിറ്റേഷണൽ വാട്ടറും ഹൈഗ്രോസ്കോപ്പിക് വാട്ടറും പ്ലാന്റ്സിന് യൂസ്ഫുൾ അല്ല. പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയ ഒരു വാട്ടർ എന്ന് പറയുന്നത് അത് കാപ്പിലറി വാട്ടറാണ്. ഈ ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് വെച്ചാൽ മാക്രോ പോർസിലായിരിക്കും ഇരിക്കുന്നത്. കാപ്പിലറി വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അത് മൈക്രോ പോർസിലായിരിക്കും ഇരിക്കുന്നത്. Gravitational water means water absorbed on micropores. This water percolates down under the influence of gravity. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ സൂപ്പർഫ്ലൂവസ് വാട്ടർ എന്നൂടെ പറയാറുണ്ട്. ഇത് പ്ലാന്റ്സിന് അവൈലബിൾ അല്ല. സോ നെക്സ്റ്റ് ടൈപ്പ് കാപ്പിലറി വാട്ടർ. കാപ്പിലറി വാട്ടർ മീൻസ് വാട്ടർ വിച്ച് ഇറ്റ്സ് ഇൻ മൈക്രോപോർസ്. ഇത് പോർസ് ആണ്. മൈക്രോപോർസ് യൂസ്ഡ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അത് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാട്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് കാപ്പിലറി വാട്ടർ ആണ്. അതുപോലെ അത് മൈക്രോപോർസിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഓവൻ ഡ്രൈഡ് സാമ്പിൾ ഓഫ് സോയിലാണ്. ഈസ് ഓപ്പൺ ഇൻ അറ്റ്മോസ്ഫിയർ. ഇറ്റ് അബ്സോർബ് സം എമൗണ്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ. ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഫോർ പ്ലാന്റ്സ്. ഓക്കെ, ഇനി ഇതല്ലാതെ തന്നെ 1-2 ടേംസ് കൂടെ നമുക്ക് നോക്കാറുണ്ട്. ഈ ഒരു ഫിഗർ നോക്കിയാലും മതി. ഫസ്റ്റ് പറയുന്നത് ഞാൻ സാച്ചുറേഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ അതിൽ ആദ്യം നോക്കേണ്ടത് എന്താണ് സാച്ചുറേഷൻ പോയിൻ്റ്. ആ ഒരു ഫിഗറിൽ സാച്ചുറേഷൻ പോയിൻ്റ് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ സാച്ചുറേഷൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളം പെർക്കുലേറ്റ് ചെയ്തിറങ്ങുവാണെന്ന് വിചാരിക്കുക. സോ ആ വെള്ളം പെർക്കുലേറ്റ് ചെയ്തിറങ്ങുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഗ്രാവിറ്റി ബേസിസിൽ തന്നെ ഹോൾഡ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിനെയാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, അതിനെയാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി. ഇനി ഫീൽഡ് കപ്പാസിറ്റിയിലെന്ന് പറയുമ്പോൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫീൽഡ് കപ്പാസിറ്റീനെ 2 ഫാക്ടേഴ്സുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഒന്ന് കാപ്പിലാരിറ്റി ടെൻഷനും ഒന്ന് പോറോസിറ്റി ഓഫ് സോയിൽ. ഈ 2 ഫാക്ടേഴ്സുമായിട്ട് ഫീൽഡ് കപ്പാസിറ്റി ഡിപ്പെൻഡഡ് ആണ്. സോ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി ഹെൽഡ് ബൈ ദി സോയിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ കാപ്പിലാരിറ്റി ടെൻഷൻ ആൻഡ് പോറോസിറ്റി ഓഫ് സോയിൽ. അടുത്ത് പറയുന്നത് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റിൽ നിന്നായിരിക്കും റൂട്ടിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. കമ്പാരിറ്റീവ്ലി പെർമനൻറ്റ് വിൽറ്റിംഗ് ആൻഡ് അൾട്ടിമേറ്റ് വിൽറ്റിംഗ്. അപ്പോൾ അതുപോലെ തന്നെ ടെമ്പററി വിൽറ്റിംഗ് പോയിന്റിൽ ലോസ് ആയ എനർജിയാണ് അല്ലെങ്കിൽ ലോസ് ആയ വാട്ടറിനെ അവർക്ക് റീഗെയിൻ ചെയ്ത് എടുക്കാനുള്ള ശേഷിയും ഉണ്ട്. അപ്പോൾ ടെമ്പററി വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പം അവിടെ ഒരു ലോസ് ഉണ്ടാവുന്നത് എക്സസ് ആയിട്ടുള്ള ട്രാൻസ്പിറേഷൻ കാരണമാണ് പ്ലാന്റ്സിൻ്റെ. അപ്പോൾ അത് ആ ഒരു ഇതിൽ തന്നെ റീഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് ആണ്. പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, പക്ഷെ ഭയങ്കര പാടാണ്. ഇറ്റ്സ് നോ ലോങ്ങർ എക്സ്ട്രാക്ഷൻ ആണ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റിൽ വരുന്നത്. അടുത്ത അൾട്ടിമേറ്റിൽ വരുമ്പോഴത്തേക്കും എക്സ്ട്രാക്ട് ചെയ്യാനേ പറ്റത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിൽ തന്നെ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് കപ്പാസിറ്റിക്കും പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റിനും ഇടയിലുള്ള പോയിന്റിനെയാണ് നമ്മൾ അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുന്നത്. ആ ഉള്ള പോർഷൻ്റെയും ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും? റെഡ്ലി അവൈലബിൾ മോയ്സ്ചറാണ്. ഒരു 75% റെഡ്ലി അവൈലബിൾ മോയ്സ്ചറാണ് നമുക്ക് പ്ലാന്റ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് സെൻറ്റൻസ് വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്ന സാച്ചുറേഷൻ കപ്പാസിറ്റി. സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. നെക്സ്റ്റ് ഫീൽഡ് കപ്പാസിറ്റി, മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി ഹെൽഡ് ബൈ ദി സോയിൽ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ കാപ്പിലാരിറ്റി ടെൻഷൻ ആൻഡ് പോറോസിറ്റി ഓഫ് soil. Next, permanent wilting point, water content at which plants can no longer extract water, and up to this point plants can extract water. Temporary wilting point, due to excess transpiration plants themselves regain it. And final, ultimate wilting point, when the plants gets completely wilted, die away, and this is also known as permanent. Okay, ഈ ഒരു പോയിന്റ് ഇല്ലേ,
അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നൊരു സിറ്റുവേഷൻ വരത്തില്ലേ, അതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ എഴുതിയിരിക്കുന്നത്. ഡൈ അവേ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ്, വേറെ ഒന്നുമല്ല, നശിച്ചു പോകുന്നു എന്നുള്ള രീതിയാണ്. ഈ വെള്ളമൊക്കെ കിട്ടാണ്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കുക, ഒരു 1-1.5 ആഴ്ച വരെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എന്നിരിക്കട്ടെ, ചില ചെടികൾ പട്ടുപോകും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന് ആ ഒരു വെള്ളം എടുക്കാൻ പറ്റുന്ന പോയിന്റ് കഴിഞ്ഞു, ഇനി അതിനത് എടുക്കാൻ പറ്റത്തില്ല. സോ അതാണ് അത് ഡൈ ആവാനുള്ള, ഡൈ മീൻസ് നശിച്ചു പോകാനുള്ള കാരണം. ഇനി അതിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കൂടെ അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് അവൈലബിൾ മോയ്സ്ചറും റെഡ്ലി അവൈലബിൾ മോയ്സ്ചറും. അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ഇൻ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽസ് ബിറ്റ്വീൻ ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇത് മെയിൻ അണ്ടർലൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഫീൽഡ് കപ്പാസിറ്റിയുടെയും പെർമനൻറ്റ് വിൽറ്റിംഗ് പോയിൻറ്റിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു ഡിഫറൻസിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു പോർഷനാണ് അവൈലബിൾ മോയ്സ്ചർ. അടുത്ത റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുമ്പോൾ അതിലും അവൈലബിൾ മോയ്സ്ചറിലുമുള്ള ഏറ്റവും കൂടുതൽ പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ള പോർഷനാണ് റെഡ്ലി അവൈലബിൾ. അത് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ 75% ആണ്. ഓക്കെ, മെയിനായിട്ട് ഇത്രയും ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ക്രോപ്പ് പീരീഡ്. എന്താണ് ക്രോപ്പ് പീരീഡ് എന്ന് ചോദിച്ചാൽ, നമ്മൾ സോ ചെയ്യുന്നത് മുതൽ, എന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കുന്നത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ, കൊയ്തെടുക്കുന്നതിനിടയിലുള്ള ആ ടോട്ടൽ വാട്ടർ ഒഴിക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ ടൈം ദാറ്റ് elapses between sowing and its harvesting, the total time during which is the crop remains the field. ഓക്കെ, ഇനി ബേസ് പീരീഡ് എന്ന് വെച്ചാൽ ഇതും ടൈം പീരീഡ് തന്നെ, പക്ഷേ എപ്പോഴൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങും ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങിൻ്റെയും ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും എടുക്കുകയാണെങ്കിൽ ഗ്രേറ്റർ എപ്പോഴും എന്തായിരിക്കും, ക്രോപ്പ് പീരീഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പാലിയോ ഇറിഗേഷൻ, അതിനെ പാൽവ ഇറിഗേഷൻ എന്ന് പറയും. ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്, ബിഫോർ സോയിങ്ങിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർ വാട്ടറിങ് ആണ്. കോർ വാട്ടറിങ് എന്ന് പറയുമ്പം അത് ഫസ്റ്റ് വാട്ടറിങ് തന്നെ, പക്ഷേ പ്ലാന്റ് ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്തതിന് ശേഷമുള്ള ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയുന്നത്. ക്രോപ്പ് പീരീഡും ബേസ് പീരീഡിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സോ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, സോയും ഹാർവെസ്റ്റും. ഈ സോ ചെയ്യുന്നതിന് ഹാർവെസ്റ്റ് ചെയ്യുന്നതിനിടയിലുള്ള ടോട്ടൽ ടൈം പീരീഡാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ബേസ് പീരീഡ് നോക്കിക്കേ, ഈ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് വാട്ടറും സോ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫസ്റ്റ് വാട്ടറിങ്ങിലും ഇടയിലുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ ഓർമ്മയുണ്ടെങ്കിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവില്ല, ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന്. ക്രോപ്പ് പീരീഡ് ആയിരിക്കും എപ്പോഴും വലുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡ്യൂട്ടി വേറൊന്നുമല്ല, ഒരു 1 ഹെക്ടർ ലാൻഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, ആ ഒരു 1 ഹെക്ടർ ലാൻഡിന് 1 ക്യുമക്ക് ഓഫ് വാട്ടർ കൊണ്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഇറിഗേറ്റ് ചെയ്യണം. ഒരു ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ആ ഒരു ലാൻഡിനെ ഇറിഗേറ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്താണോ അതിനെയാണ് ഡ്യൂട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഹെക്ടർ പെർ ക്യുമക്കിലാണ് ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 1 ഹെക്ടറിലുള്ള ഒരു ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1 ക്യുമക്ക് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതിലുള്ള വാട്ടർ യൂസ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂട്ടിയും ഡെൽറ്റയും. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ടോട്ടൽ ഡെപ്തിലായിരിക്കും ആ വാട്ടർ നമ്മൾ സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ എൻറ്റയർ ബേസ് പീരീഡ് എങ്കിലും അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂട്ടി ഡി ആണെങ്കിൽ ഡെൽറ്റ ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. ഡ്യൂട്ടിയുടെ യൂണിറ്റ് ഹെക്ടർ പെർ ക്യുമക്കിൽ ആണെങ്കിൽ ഡെൽറ്റയുടെ യൂണിറ്റ് മീറ്റർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററും ആവാം. ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 B/D, അത് മീറ്ററിലാണ്. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 864 B/D. ഓക്കെ, ഇതായിരിക്കും സെൻറ്റിമീറ്ററിൽ വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സീസൺസ് ബേസ് ചെയ്തിട്ടുള്ള ക്രോപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ റാബി ക്രോപ്സ്. ഒരു ഒക്ടോബർ ടു മാർച്ചിനിടയിലാണ് റാബി ക്രോപ്സ് വരുന്നത്. വിൻ്റർ ക്രോപ്സ് എന്ന് അറിയുന്നുണ്ട്. ഇത് സോൺ ചെയ്യുന്ന ഓട്ടമോ ഹാർവെസ്റ്റ് ചെയ്യുന്ന സ്പ്രിങ്ങിലുമാണ്. പിന്നെ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം നോക്കിയിരുന്നാൽ മതി. 1 ഒക്ടോബർ ടു 31 മാർച്ച്. പിന്നെ എക്സാമ്പിൾ വീറ്റ്, ബാർലി, ഓട്സ്, പീസ്, ഗ്രാം, മസ്റ്റാർഡ്, ഇത്രയല്ല ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അടുത്ത് ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയാണ് പറയുന്നത്. മൺസൂൺ ക്രോപ്സ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഓട്ടം സീസണിലും സോ ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിലുമാണ്. ഓക്കെ, ഡേറ്റ് നിങ്ങൾ നോക്കണമെന്നില്ല, ജസ്റ്റ് നോക്കി വയ്ക്കാൻ പറ്റുന്നവർ മാത്രം നോക്കിയാൽ മതി. എക്സാമ്പിൾ റൈസ്, മെയ്സ്, ജോവർ, ബജ്ര, റാഗി, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ, പൾസസ്, ടർമറിക്, സോർക്ക. ഓക്കെ, ഇതിലും ഒരുപാട് എക്സാമ്പിൾസ് ഇതല്ലാതെ ഉണ്ട്. ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കാം. സെയ്ദ് ക്രോപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. സെയ്ദ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഹോട്ട് വെതർ ക്രോപ്സ് ആണ്. റാബിക്കും ഖാരിഫിനും ഇടയിലുള്ള സമയത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ചെയ്യുന്നത് മാർച്ച് ടു ജൂൺസ്. അതുപോലെ എക്സാമ്പിൾ വാട്ടർമെലൺ, കുക്കുംബർ, പംകിൻ. ഇനി ഈ ഖാരിഫ് ക്രോപ്പിലെന്ന് പറയുമ്പം 2 to 3 ടൈംസ് മോർ വാട്ടർ റാബി ക്രോപ്സിനെ അപേക്ഷിച്ച് വേണം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന കമാൻഡ് ഏരിയ ആണ്. എന്താണ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് നോക്കാം. ഞാൻ ഈ ഒരു എഴുതിയിരിക്കുന്ന ബേസിൽ മാത്രമല്ല പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ലാൻഡ് ഇപ്പോൾ കൃഷി ചെയ്യാൻ ഇറിഗേറ്റ് ചെയ്യാനല്ല, നമ്മൾ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടോട്ടൽ നമ്മൾ വാങ്ങിയ ഫുൾ ലാൻഡിനെ ഗ്രോസ് കമാൻഡ് ഏരിയ എന്നും, ആ ടോട്ടൽ വാങ്ങിയതിൻ്റെ അകത്തുള്ള എല്ലാ പോർഷൻസിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കുറച്ച് പോർഷൻ എന്തായിരിക്കും, കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിരിക്കും. സോ അങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിനെ പറയുന്നത് കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്നും, കൃഷി ചെയ്യാത്ത സ്ഥലത്തിനെ പറയുന്നത് അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നുമാണ് പറയുന്നത്. ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വേണമെങ്കിൽ ഇക്വേഷനൊക്കെ ചോദിക്കാം, എനിക്ക് ഈസിയാണ്. ഒരു മെയിനായിട്ടൊരു കാര്യമുള്ളത് ഗ്രോസ് കമാൻഡ് ഏരിയയുടെ പേരൊന്ന് നോട്ട് ചെയ്തേക്കുക, അയാക്കട്ട്. അതുപോലെ കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ CCA = GCA - അൺകൾച്ചറബിൾ ഏരിയ. ഈ അൺകൾച്ചറബിൾ ഏരിയ തന്നെ വീണ്ടും എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ ഉണ്ട്, കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യാൻ എടുത്ത സ്ഥലത്തിൽ തന്നെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ വരും. അതിലും എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അതിനെ കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തിന് നമ്മൾ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് എന്നും, കൃഷി ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്നും പറയാം. ഇതാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ കനാലിൻ്റെ ക്രോസ് സെക്ഷനും, കനാലിൻ്റെ കുറച്ച് ക്രോസ് സെക്ഷനിൽ തന്നെ വരുന്ന കുറച്ച് ടേംസ്, പിന്നെ ക്രോസ് സെക്ഷൻ ഓഫ് കനാൽസ്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്.